ക്യാമറ പിടിക്കണമെങ്കിൽ നിങ്ങൾ മുമ്പേ കയറി വേണം. നമ്മളെ മൂട്ടി വന്നിട്ട് മാറിപ്പോ എന്ന് പറയുന്നത് അത് മോശമായ കാര്യമാണ്. പ്രവൃത്തിയാണ് നിങ്ങളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ചാടിക്കളിക്കുന്ന സാധനത്തിന് വേണ്ടി നമ്മുടെ ചെറിയ വീഡിയോ തുടങ്ങിയ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഹായ്, അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് ശാസ്താംപാറയാണ്. ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ എത്തിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതായത് ഈ സ്റ്റെപ്പ് കയറി മുകളിൽ ചെല്ലുക. മുകളിൽ ചെല്ലുമ്പോഴത്തേക്ക് പിന്നെ നിരന്ന ഭാഗമുണ്ട് കുറച്ച് ദൂരം. അത് കഴിഞ്ഞ് വീണ്ടും സ്റ്റെപ്പുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ഒരു മണ്ഡപമുണ്ട്. മണ്ഡപത്തിൻ്റെ അവിടെ നിന്ന് നേരെ മേളിൽ കയറുമ്പോൾ പാറയായി. ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് വലിയ പാറയാണ്. റൈറ്റ് സൈഡിൽ നിരന്ന പാറ. മൂന്നാമത് വേറൊരു പാറയാണ്. അങ്ങനെ 3 പാറയാണ്. ഈ പാറയ്ക്ക് ഞാനിവിടെ സ്ഥലവാസിയാണ്. പാറയുടെ യഥാർത്ഥ പേര് തുലാപ്പാറ എന്നാണ്. തുലാപ്പാറ. അങ്ങനെ ഇവിടെ ഒരു ശാസ്താവിൻ്റെ അമ്പലമുണ്ട്. ഈ റോഡ് അങ്ങോട്ട് ചെല്ലുമ്പോൾ ശാസ്താവിൻ്റെ അമ്പലമുണ്ട്. അത് പുരോഹിതരിട്ട പേരാണ് ശാസ്താംപാറ. അതായത് ശാസ്താവിൻ്റെ ഒരു നാമപ്രകാരം വെച്ചിട്ടുള്ള പേരാണ് ശാസ്താംപാറ. പിന്നെ ഈ പാറ തന്നെ മുകളിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു തമ്പുരാൻ്റെ ഒരു ക്ഷേത്രമുണ്ട്. അത് ആഴ്ചതോറും പൂജയും കാര്യങ്ങളുണ്ട്. അവിടെ തിരിതെളിക്കാറുമുണ്ട്. പിന്നെ മേളിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ സിറ്റി കാണാം. ശംഖുമുഖം കടപ്പുറം കാണാം. ഭീമാപള്ളി കാണാം. പിന്നെ ഇപ്പോഴത്തെ പുതിയ തുറമുഖം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം, കോവളം ബീച്ച്, കുടപ്പനക്കുന്ന് റേഡിയോ സ്റ്റേഷൻ, വിതിര, ISR വലിയമല, ഈ ഭാഗം അഗസ്ത്യാർകൂടം, കള്ളിക്കാട് ഡാമിൻ്റെ ഉത്ഭവം ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രമേ കാണാൻ പറ്റൂ. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. കാലത്തെ 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. വൈകുന്നേരം 7 മണിക്ക് ക്ലോസ് ചെയ്യും. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ സൺഡേ ഞായറാഴ്ച ദിവസങ്ങളിൽ ആൾക്കാർ കൂടുതൽ വരികയാണെങ്കിൽ ഞങ്ങൾ അരമണിക്കൂർ കൂടെ സൗജന്യം ചെയ്തു തരും. അപ്പോൾ ഈ 7 എന്നുള്ളത് 7:30. ടിക്കറ്റ് മുതിർന്ന ആൾക്കാർക്ക് 25 രൂപയും 12 വയസ്സിന് മുകളിലുള്ള 15 രൂപയാണ്. അതാണ് ഇവിടുത്തെ ടിക്കറ്റിൻ്റെ നിരക്ക്. അനധികൃതമായിട്ട് 1 രൂപയും വാങ്ങാറില്ല. ഇതെല്ലാം ഡിപ്പാർട്ട്മെൻറ്റ് ചെല്ലുന്ന കാശാണ്. ടിക്കറ്റ് കറക്റ്റായി കൊടുക്കുന്നു. ഇവിടെ വെച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക്. നമ്മളിപ്പോൾ ഒരു കുപ്പി വെള്ളം കൊണ്ടുപോയാൽ വെള്ളം കൊണ്ട് കയറാം. വെള്ളം കൊണ്ടുപോയി ഉപയോഗശൂന്യ ആയിക്കഴിഞ്ഞാൽ അതിന് ബിന്നുണ്ട്. അവിടെയായിട്ട് ബിന്ന് വെച്ചിട്ടുണ്ട്. ആ ബിന്നിൽ മാത്രമേ വേസ്റ്റ് ഉപയോഗിക്കാവൂ. പ്ലാസ്റ്റിക് ആയാലും പേപ്പറായാലും കുപ്പിയായാലും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യം വീണ്ടും എനിക്ക് പറയാനുണ്ട്. ഇവിടെ ഈ കഞ്ചാവും മയക്കുമരുന്നും എന്നും പറഞ്ഞ് ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. പക്ഷെ അത് ഇവിടെ ഇല്ല. നമ്മുടെ വിളപ്പിൽശാല പോലീസും കാട്ടാക്കട എക്സൈസും നിരന്തരം ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ കീഴിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊന്ന് ചോദിക്കാറുമുണ്ട്. പിന്നെ മാത്രമല്ല, ഞങ്ങൾ ഇവിടുന്ന് കയറുന്നത് ആണായാലും പെണ്ണായാലും ഇവിടെ രജിസ്റ്റർ ബുക്ക് വെച്ചിട്ടുണ്ട്. ആ രജിസ്റ്ററിൽ പേരെഴുതുക, ടൈം എഴുതുക, പിന്നെ സ്ഥലം എഴുതുക. എത്ര മണിക്ക് വന്നു, ഇത്ര മണിക്ക് നമ്മൾ കയറുന്നു, ഇത്ര പേരുണ്ട് എന്നുള്ളതും കൂടെ ഞങ്ങൾ നോട്ട് ചെയ്താണ് ആൾക്കാരെ മുകളിലോട്ട് കയറ്റാറ്. ഇത് മോശമായ കാര്യമാണ്. നമ്മൾ ടൂറിസം മറ്റേ കാര്യങ്ങൾ കാണാനാണ് വന്നത്. അപ്പോൾ ക്യാമറ പിടിക്കണമെങ്കിൽ നിങ്ങൾ മുമ്പേ കയറി വേണം. നമ്മളെ മൂട്ടി വന്നിട്ട് മാറിപ്പോ എന്ന് പറയുന്നത് അത് മോശമായ കാര്യമാണ്. നമ്മൾ എൻജോയ് ചെയ്യാൻ ആസ്വദിക്കാൻ വേണ്ടിയാണ് ഇവിടെ വരുന്നത്. ഭയങ്കര മോശമായിട്ടുള്ള പ്രവൃത്തിയാണ് നിങ്ങളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞ് വരുമ്പോൾ
ഇങ്ങനെ പാറയിൽ സിമൻറ്റിൽ തീർത്തിരിക്കുന്ന ഒരു ഇതാണ് കാണുന്നത്. ഫസ്റ്റ് ഒരു നമ്മളവിടെ നിന്ന് മുകളിൽ താഴെ നിന്ന് വരുമ്പോൾ ഇവിടെ ചെറിയൊരു ഇരിപ്പിടവും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെന്തുകൊണ്ടും വലിയ മാലിന്യങ്ങളും പ്ലാസ്റ്റിക്കുകളൊന്നും ഇല്ല. ഇവിടെ രണ്ടുപേരും കൂടെ മത്സരം വെച്ചിട്ട് കയറി പോവുകയാണ്. രണ്ടുപേരും സ്റ്റെപ്പ് ഉപയോഗിച്ചില്ല. ഇവിടെ കൂടെയൊക്കെ വലിഞ്ഞു കയറി അവിടെ വന്നിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ സെക്ഷൻ എത്തിപ്പോയി. നമ്മുടെ രണ്ടാമത്തെ സെക്ഷൻ ഇങ്ങനെ എല്ലാ ദിവസവും തളർന്നാ ഏത് പോസ്റ്റ് മക്കളെ? ഏത്? ഇവിടെ ചായ കോഫി എന്നൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങളൊരു മൺഡേയാണ് ഞങ്ങൾ വന്നത്. ഇനി സൺഡേയും സാറ്റർഡേയും മാത്രമേ കാണുള്ളൂ എന്ന് അറിയില്ല. നല്ല ദിവസം തളർന്നു പോയി. വെള്ളം കുടിക്കുന്നു. ഇതുവഴിയും മേളിലോട്ട് പോകാം, ഇതുവഴിയും പോകാം. എങ്ങോട്ട് പോകണല്ലോ ആദ്യം? ഓക്കെ, താഴെ പാർക്കിൽ പോവാം. ഏത് വഴി? ആ വഴിയല്ല. പാർക്കിൽ പോകാൻ വേണ്ടിയാണ് ഓടുന്നത്. കുരങ്ങളല്ല, കുളം വരാം. പൊട്ടിച്ചിടരുത്.
ഇങ്ങോട്ട് കയറാടാ. അജ്ജേ. എന്റെ അമ്മേ ഇറുകിയിരിക്കാത്ത അയ്യോ നമ്മളെ ഈ ചെറിയ വീഡിയോ ഇവിടെ വെച്ച് അവസാനം സത്യമാണ് കയ്യിൽ നിന്ന് വേണോ നോക്ക്. മിക്കവാറും ഇതിനെ ഞാൻ പൊട്ടിക്കും. റെഡി. അപ്പോൾ നമ്മുടെ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കാറ്റ കമ്മലും കൊണ്ട് തല്ലും
താങ്ക് യു. അപ്പോഴേ കൊള്ളാമോടാ, ഇഷ്ടപ്പെട്ടാ? അവിടെ ആൾക്കാരിക്കണോ മക്കളെ? അവിടെ ആരൊക്കെ ഉണ്ട്? പറഞ്ഞടാ. എന്താണ് പറഞ്ഞു പറ്റാന്ന് പറയില്ല. കയ്യിൽ വെച്ച് പറഞ്ഞത് കയ്യിൽ വെച്ച്. ഇത് അമ്മ വെച്ചതാ. അങ്ങനെയല്ല, ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെക്കണം. ഇനി പറഞ്ഞു എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ മക്കള് നേരത്തെ പറഞ്ഞാ എപ്പോ സത്യം പറ ആരെയും കൊണ്ടുവന്നത് നമ്മള് വന്നിട്ടില്ലല്ലേ, നമ്മള് കടയില് പോയി. ഓ ഈ പാർക്കുള്ള പാർക്കൊക്കെ കൊള്ളാം മക്കളെ. പേടിച്ചോ അടി അയ്യോ എങ്ങനെ കയറും മക്കള് കയറാ. അവനെ പപ്പി എടുക്കുമല്ലേടാ. കുളമല്ല അത് വെള്ളേ, വെള്ളം അവിടെ നിന്ന് പറഞ്ഞു കയറിപ്പോ. അങ്ങനെ കല്ല് മേളിൽ കയറി. ഇത് മറ്റേ ഇടിവെട്ടിന് ഒന്നലേക്കത്തെ അതാണ് എന്തൊരു സാധനം. എനിക്ക് കറക്റ്റിനെ കുറിച്ച് അറിഞ്ഞുകൂടാ. സോളാർ പാനലൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട്. ആദ്യമായിട്ടാണ് ഇവിടെ വന്നത് തന്നെ. ഈ വൈകുന്നേരം സമയമാകുമ്പോൾ നല്ല കാറ്റ് വീശുന്നുണ്ട്. ഇപ്പൊ തന്നെ തുണിയൊക്കെ ഇങ്ങനെ പറന്നു പോയി. ഭയങ്കര തണുപ്പാണ് കേട്ടാ. അങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ കൃഷിയാണെന്ന് തോന്നുന്നു. അവിടെ ഒരുപാട് ബിൽഡിങ്ങുകളും നല്ല രസമുണ്ട്. വ്യൂ ഉണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. വരാത്തവരൊക്കെ വന്ന് കാണും. കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കൊക്കെ ഉണ്ട്. ഇരിക്കും അവിടെ പറ, അതുപോലെ അവിടെ പറ, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലായിടത്തും സൂപ്പർ. ലല്ലു പറഞ്ഞ സ്റ്റെപ്പൊക്കെ ഉണ്ടമ്മ, നല്ല സെറ്റ്. എല്ലാ രണ്ടു മൂന്ന് ഊഞ്ഞാലൊക്കെ ഉണ്ട്. ഊഞ്ഞാല് പിന്നെ ചാടിക്കളിക്കുന്ന സാധനത്തിന് പേര് പക്ഷേ കാടാണ്. കൊറേയൊക്കെ കാടും പിന്നെ വൃത്തിയാക്കിയിട്ട് കൊള്ളായിരിക്കും, സൂപ്പറായിരിക്കും. കൊറേ കുപ്പികളും അവര് വെള്ളം കുടിച്ചിട്ടുള്ള കുപ്പികളൊക്കെ അവിടെ ഇവിടെ ആയിട്ട് ബോക്സുകളൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ ബോക്സുകളിലൊന്നും ഇടുന്നില്ല അവരൊക്കെ. ആൾക്കാർ ഈ മൊത്തം അങ്ങോട്ട് നടക്കുന്ന സ്ഥലങ്ങളിൽ പോലും കുപ്പികളാണ്. അപ്പോ മറ്റൊരു വീഡിയോയിലേക്ക് കാണാം. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തമ്പിയുടെ അടുത്ത് പോയിട്ടോ.
ഇത് താഴെ കടയ്ക്കുള്ള വെള്ളമാണെന്ന് തോന്നുന്നു. ഇന്നലെ ഒരു ടാങ്കിനട് അടപ്പില്ല. വന്നപ്പോൾ എന്ത് വെയിലായിരുന്നു.